ഇത് നമ്മുടെ താവം മേൽപ്പാലം 1.5 മാസത്തോളം അടച്ചിട്ട് ജനങ്ങളുടെ ജനജീവിതം തന്നെ ദുസ്സഹമാക്കിയിട്ട് പണിയെടുത്ത ഒരു പണിപ്രവൃത്തിയാണ് ഇത്. കണ്ടീഷനിൽ പണിയെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാലം 1.5 മാസത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടിയത്. 1.5 മാസം കഴിഞ്ഞപ്പോൾ പാളയം തുറന്നിട്ട് നോക്കുമ്പോൾ റോഡിൻ്റെ നടുക്ക് കുഴി വരാൻ തുടങ്ങി. മേലിൽ ഒരു താറിങ്ങനെ പാറ്റിയിട്ട് പോയിട്ട് ഈ റോഡിൻ്റെ ഈ പാലത്തിൻ്റെ ഓരോ സ്ലാബും അടിച്ചിട്ടാണ് വണ്ടി പോകുന്നത്. KSTP റോഡിൽ പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടത് യാത്രക്കാരിൽ ആശങ്ക ഉയർത്തുന്നു. 1.5 മാസത്തോളം റെയിൽവേ മേൽപ്പാലം അടച്ചിട്ട് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടായിരുന്നു ഇവിടെ പ്രവൃത്തി നടത്തിയത്. എന്നാൽ നേരത്തെയുണ്ടായിരുന്ന ടാറിംഗ് പൂർണ്ണമായും ഇളക്കി മാറ്റി റോഡിൽ കുഴികൾ രൂപപ്പെട്ട പ്രദേശങ്ങളിൽ മൈക്രോ കോൺക്രീറ്റ് നടത്തിയതിനു ശേഷമാണ് വീണ്ടും ടാറിംഗ് പ്രവൃത്തി നടത്തിയത്. എന്നാൽ പ്രവൃത്തി നടത്തി മാസങ്ങൾക്കകം തന്നെ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. ടാറിംഗ് ഇളകി കോൺക്രീറ്റുകൾ ഇളകുന്ന അവസ്ഥയിലാണ്. വേനൽ മഴയിൽ തന്നെ ടാറിംഗ് ഇളകിയത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നു. ഇത് ഈ പണിയിൽ അഴിമതി ഉള്ളത് കൊണ്ടാണ്. കാരണം എന്നാൽ 18.5 കോടി ഉറുപ്പ്യ പാസ്സായിട്ട് പിലാത്തറ മുതൽ പാപ്പിശ്ശേരി വരെയാണ്. ഈ താവം മേൽപ്പാലത്തിൻ്റെ അപ്പുറം അങ്ങോട്ടേക്ക് റോഡ് ടാർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഓരോരു കുണ്ട് ചെറുങ്ങനെ പേച്ചടക്കുന്നത് കണ്ടിരുന്നു. താവം മേൽപ്പാലം മുതൽ പാപ്പിശ്ശേരി വരെ ഈ തോറ് രണ്ടാമത് റീടാർ ചെയ്തില്ല. ഈ 18 കോടിയിൽ ആ പണി ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അധികൃതരോട് ചോദിക്കാനുള്ളത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ടാറിംഗ് ഇളകാൻ കാരണമെന്ന് ആക്ഷേപം ഉയരുന്നു. പ്രവൃത്തി നടത്തിയ കരാറുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് അറ്റകുറ്റപ്രവൃത്തിക്കായി 18 കോടി രൂപ അനുവദിച്ച് പ്രവൃത്തി ആരംഭിച്ചുവെങ്കിലും താവം മേൽപ്പാലം വരെയുള്ള പ്രവൃത്തി മാത്രമേ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളൂ. റോഡ് പ്രവൃത്തി പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.